ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എഗ് നൂഡിൽസ് റെസിപ്പിയാണ്. ഈ ബ്ലൂ ഡ്രാഗൺ വെച്ചിട്ടാണ് ഇന്ന് ഈ എഗ് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ എഗ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കാണിച്ച പാക്കിലുള്ള നൂഡിൽസ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് അത് മാറ്റി വെക്കണം. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സവോളയാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഫുൾ എടുക്കണമെന്നില്ല, ഒരെണ്ണത്തിൻ്റെ ഹാഫാണെങ്കിലും മതിയാകും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാപ്സിക്കമാണ് എടുത്തത്. അപ്പോൾ ക്യാപ്സിക്കം ആണെങ്കിലും ഒരു ഹാഫ് ക്യാപ്സിക്കം മതിയാവും. ഞാനാണെങ്കിൽ ചെറിയ ഒരു ബെൽ പെപ്പർ കിട്ടിയായിരുന്നു, അപ്പോൾ അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫാണ് മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഒരു ഫുള്ള് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ എടുത്തത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും ഞാനൊരു കുറച്ചേ എടുത്തുള്ളൂ, ഒരു ചെറിയ ക്യാരറ്റ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇത്ര ക്യാരറ്റ് വേണം, ഇത്ര ക്യാപ്സിക്കം വേണമെന്നൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ അളവനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഇടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക, ഉപ്പ് പാകത്തിന് ചേർക്കുക. ഞാനിവിടെ ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ ആവശ്യാനുസരണമാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എന്തോ ഒരു ഉപ്പാണ് ആവശ്യം, അതനുസരിച്ച് ഉപ്പ് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്കിതിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി നമ്മൾ ഈ വേവിക്കേണ്ട കാര്യമില്ല. അതായത് ക്യാപ്സിക്കം ക്യാരറ്റ് ഇട്ടതിന് ശേഷം കുറേ നേരം ഇത് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഏകദേശം ഒരു ചെറിയ വേവ് ആകുമ്പോഴത്തേട്ട് നമുക്കിത് ഇളക്കുന്നത് നിർത്താം. കാരണം ഒരു ചെറിയ വേവാവേണ്ട കാര്യമുള്ളൂ. ഒത്തിരി ഇളക്കി കൊടുത്ത് ഒത്തിരി വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു വേവൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലായിട്ട് പിന്നെ ഒഴിക്കാൻ പോകുന്നത് മുട്ടയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മുട്ട ഒഴിച്ചുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊരു മിക്സ് ആയതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സോസുകളാണ് ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സോസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സോയി സോസാണ് ഞാൻ ആദ്യം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു നുള്ള് ലൈറ്റ് സോയി സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം സോയി സോസിൻ്റെ ടേസ്റ്റൊന്നും എല്ലാവർക്കും പിടിക്കില്ല. അപ്പോൾ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒരു പുളിപ്പ് പോലത്തെ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഒരു കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ എടുത്തത് ബ്ലൂ ഡ്രാഗണിൻ്റെ ഓയിസ്റ്റർ സോസാണ്. അപ്പം ഞാൻ ഈ 2 സോസും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി സോസൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒത്തിരി സോസ് മിക്സായി കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു ടേസ്റ്റ് വരും. അപ്പം ഞാൻ ഈ 2 സോസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓയിസ്റ്റർ സോസ് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വേറെ സോസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആ നൂഡിൽസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.